സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്ത്. ശാസ്ത്രീയ പരിശോധനയിലൂടെ സ്വർണ്ണക്കൊള്ള തെളിഞ്ഞെന്ന് ദേവസ്വം ബെഞ്ച്. ആശങ്കകൾ അടിസ്ഥാനമുള്ളതെന്നും കോടതി. ഷപ്ന വിവരങ്ങൾ. ഷപ്ന, നേരത്തെ കോടതി ഉന്നയിച്ച സംശയങ്ങൾ ബലപ്പെടുത്തുന്ന റിപ്പോർട്ട്, വിവരങ്ങൾ. സേതു, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെയാണ് ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇത് പരിശോധിച്ചാണ് ദേവസ്വം ബെഞ്ച് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ അടിസ്ഥാനമുള്ളതാണ് എന്നാണ് കോടതി പറയുന്നത്. ശാസ്ത്രീയ പരിശോധനയിലൂടെ സ്വർണ്ണക്കൊള്ള തെളിഞ്ഞു എന്നും ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നു. കോടതി ഉയർത്തിയ ആശങ്കകൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കും എന്നാണ് ദേവസ്വം ബെഞ്ച് പറയുന്നത്. കുറ്റകൃത്യത്തിന്റെ പ്രായോഗിക രീതി ശാസ്ത്രീയമായി വെളിപ്പെട്ടു. VSSCയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ചാണ് കോടതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സ്വർണ്ണ കവർച്ചയുമായി എടുത്ത തീരുമാനത്തിന്റെ കണ്ണികൾ തിരിച്ചറിഞ്ഞു. ഇതിൽ വ്യക്തിഗത ഉത്തരവാദിത്വവും ക്രിമിനൽ ബാധ്യതയും ഉൾപ്പെടും എന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ വിലയിരുത്തൽ. സ്വർണ്ണ കവർച്ചയുടെ സാങ്കേതിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാവില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഉരുക്കിയ സ്വർണം ഉൾപ്പെടെയുള്ള തെളിവുകളും കണ്ടെത്താനുണ്ട്. അതോടൊപ്പം തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും എന്ന് SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലും കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും VSSCയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇന്നിപ്പോൾ ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഈ സ്വർണ്ണക്കൊള്ള കോടതി സംശയിച്ച രീതിയിൽ സ്വർണ്ണക്കൊള്ള തെളിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലേക്ക് കോടതി എത്തിയിട്ടുള്ളത്. കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യും എന്ന ഒരു സൂചനയും കോടതി ഉത്തരവിലുണ്ട്. കാരണം ഇപ്പോഴുള്ള അറസ്റ്റിൽ തീർന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ഉത്തരവ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷപ്ന, ഇതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ കോടതി ഉന്നയിച്ച സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. ഇപ്പം VSSC ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ SIT ഇനി വീണ്ടും സന്നിധാനത്തേക്കെത്തി ഈ നേരത്തേതുപോലെയുള്ള പരിശോധനകൾ നടത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടളപ്പാളുകളുടെയും ഒക്കെ പരിശോധനയ്ക്കായി വീണ്ടും SIT സംഘം സന്നിധാനത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇപ്പോൾ ഈ ഉത്തരവ് പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ ഹൈക്കോടതി ഇത്തരം ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ അനുമാനിക്കേണ്ടി വരും. കാരണം കൂടുതൽ ആളുകൾ ഇതിൽ അറസ്റ്റ് ഉണ്ടാകും എന്നൊരു സൂചന ഹൈക്കോടതി തന്നെ നൽകുന്നു. നേരത്തെ നമുക്കറിയാം, നേരത്തെ കോടതി ഈ SITയുടെ അടക്കമുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായത് തന്ത്രി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് ഇതിന്റെ അന്വേഷണം ഏകദേശം ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതിയുടെ ഈ ഉത്തരവ് പുറത്തു വരുമ്പോൾ നമുക്ക് കൂടുതൽ ആളുകൾ ഇനിയും അറസ്റ്റിലേക്ക് വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം കോടതി തന്നെ പറയുന്നു, ഈ ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യണം. അതോടൊപ്പം തന്നെ VSSCയുടെ ഈ റിപ്പോർട്ട് വിശദമായി കോടതി പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു കണക്കുകൾ ഈ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ഈ പരിശോധനയുടെ റിപ്പോർട്ടിലാണ് ഉള്ളത്. ഈ പരിശോധനാ റിപ്പോർട്ട് കൂടി വിലയിരുത്തിയാണ് കോടതി ഇപ്പോൾ ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോടതി ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട. ആദ്യഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ദേവസ്വം ബെഞ്ച് അന്ന് ഉത്തരവിടുമ്പോൾ കൃത്യമായി അന്വേഷണത്തിന്റെ മേൽനോട്ടം ദേവസ്വം ബെഞ്ചിന്റെ കീഴിൽ തന്നെ വേണം എന്ന് പറയുകയും അതിന്റെ അനുസരിച്ച് ഈ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ കോടതിക്ക് സമർപ്പിക്കുകയും കോടതിയുടെ ഒരു മേൽനോട്ടം ഇതിൽ ആദ്യഘട്ടം മുതൽ ഉണ്ടാകുകയും ചെയ്തു. അന്നൊക്കെ കോടതി പറഞ്ഞിരുന്നു, ഇത് വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഇത് സ്വർണ്ണക്കൊള്ള നിസ്സാരമായ സംഭവമല്ല. അതുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ ഇതിൽ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തണം തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ കോടതി ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച് പറയുന്നത് കോടതിയുടെ അത്തരത്തിലുള്ള ആശങ്കകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കുന്നതാണ്. കാരണം സ്വർണ്ണക്കൊള്ള നടന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. കുറ്റകൃത്യത്തിന്റെ പ്രായോഗിക രീതി ശാസ്ത്രീയമായി വെളിപ്പെട്ടു എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഏത് തരത്തിലാണ് ഈ സ്വർണം ശബരിമലയിൽ നിന്ന് കൊള്ള നടത്തിയത് എന്ന് ഈ പരിശോധനാ റിപ്പോർട്ടുകൾ, ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകളിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് കോടതി തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ കവർച്ചയ്ക്കായി എടുത്ത തീരുമാനത്തിന്റെ കണ്ണികൾ ആരൊക്കെ ചേർന്നാണ് ഇത് ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തിയത് എന്ന കാര്യവും വ്യക്തമായതായി ഈ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് ദേവസ്വം ബെഞ്ച് പറയുന്നുണ്ട്. ഏതായാലും കോടതി കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനിയും കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങാനും ഇനിയും കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട് എന്നൊരു സൂചന ഈ റിപ്പോർട്ടിലുണ്ട്.
അല്ലെങ്കിൽ ഈ ഷപ്ന, ഉത്തരവിലുണ്ട്. ഇതിപ്പം ഈ ഉരുക്കിയ സ്വർണം ഉൾപ്പെടെ തെളിവുകളും കണ്ടെത്താനുണ്ട്. VSSC ശാസ്ത്രജ്ഞരുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാകും പ്രധാനമായിട്ടും ചോദിക്കുക? കാരണം ഇപ്പം ഈ VSSC കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 15 സാമ്പിളുകളുടെ പരിശോധന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അപ്പം ഇതിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന കാര്യം VSSC ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം വരേണ്ടത് ഏതൊക്കെ രീതിയിൽ ഈ എങ്ങനെ കൊള്ള നടന്നു, അല്ലെങ്കിൽ എന്തിലൊക്കെയാണ് സംഭവിച്ചത്? ഇപ്പോൾ ഇത് കാലപ്പഴക്കം സംബന്ധിച്ചിട്ടുള്ളതാണോ, അതോ ഇപ്പം കട്ടളപ്പാളിയിൽ നിന്നും അല്ലെങ്കിൽ ഈ സാമ്പിളുകളിൽ നിന്ന് എത്ര കണ്ട് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഈ എന്താവും VSSC ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പിലോടുകൂടി ഈ SIT ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഒരു പക്ഷേ അതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ നമുക്കറിയില്ല. പക്ഷേ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണത്തിന്റെ തൂക്കം, അളവിൽ വന്ന വ്യത്യാസം സംബന്ധിച്ചായിരിക്കും ഒരു പക്ഷേ ആ രീതിയിൽ. അതോടൊപ്പം തന്നെ ആദ്യം ഇതിൽ സ്വർണം പൂശിയിരുന്നോ, അല്ലെങ്കിൽ ഈ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് സംബന്ധിച്ച് അതോടൊപ്പം തന്നെ ഈ സ്വർണം പൂശിയ കാലയളവ്, അല്ലെങ്കിൽ എത്ര സ്വർണം പൂശി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാകാം ഒരു പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടാകുക. ഈ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കോടതി അത് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടെ അവരുടെ ഉൾപ്പെടെ മൊഴിയെടുക്കണം എന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. കാരണം ഇതിൽ കൃത്യമായി ഒരു അന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ ഈ ശാസ്ത്രീയമായ പരിശോധനാ ഫലവും അതോടൊപ്പം തന്നെ കോടതിക്ക് മുന്നിൽ, അതായത് ഇത് വിചാരണ കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ ഇതിൽ കൃത്യമായ തെളിവുകൾ വേണം. അതുകൊണ്ട് തന്നെ ഈ മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ നിർണായകമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, ഇവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തണം, എന്നാലേ ഇത് കൃത്യമായി അന്വേഷണത്തിലേക്ക് പോകൂ. കൂടാതെ കൂടുതൽ ആളുകളെ ഇതിൽ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നൊരു സൂചനയും കോടതി തന്നെ പറയുന്നു. ഇതിപ്പം കോടതി തന്നെ പറയുന്നുണ്ട്. അതായത് ഈ SIT ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അവിടെ ഒരു വലിയ കൊള്ള നടന്നിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്ന റിപ്പോർട്ടുകളാണ് സമർപ്പിച്ചത്. അതിന്റെ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് അടക്കമാണ് സമർപ്പിച്ചത്. അപ്പം കോടതി തന്നെ പറയുകയാണ് അവിടെ ഒരു വലിയ കൊള്ള നടന്നിരിക്കുന്നു, ആ കാര്യങ്ങൾ തെളിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഇവിടെ ഒരു വലിയ കൊള്ള നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെയും സത്യമായില്ലേ എന്ന് കോടതി തന്നെ പറയുമ്പോൾ ഈ കേസിന്റെ സ്വഭാവം അടക്കം മാറുകയല്ലേ? ഇനിയും, അതായത് ഒരു തന്ത്രിയിലോ അതല്ലെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലോ ഒന്നും ഒതുങ്ങില്ല. ഇനിയും പലരും വലയിലാകും, ഇനിയും പലരും, ഇപ്പോഴും കള്ളന്മാർ പലരും പുറത്തുണ്ട് എന്നൊക്കെ തരത്തിലുള്ള സൂചനകൾ തന്നെയല്ലേ വരുന്നത്? സേതു, തീർച്ചയായും. കാരണം നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ ഈ ദേവസ്വം ബോർഡ്, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇതിന്റെ കൂട്ടുത്തരവാദിത്തമുണ്ട്. പിന്നെ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ, ഇവരുടെ ഉത്തരവാദിത്തമായിരുന്നു കോടതി ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞു വെച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഏറെക്കുറെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ഇവരെ ചോദ്യം ചെയ്യുകയും ഒക്കെ അന്വേഷണ സംഘം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. തന്ത്രിക്കും ഇതിന്റെ കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ SIT ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് പോയത്. പിന്നീട് ഇപ്പോൾ കോടതി പറയുന്നത്, ഇന്നിപ്പോൾ ഈ ഉത്തരവ് പ്രകാരം കോടതി സൂചിപ്പിക്കുന്നത് കൂടുതൽ ആളുകൾ ഇനിയുമുണ്ട് എന്നതാണ്. ഇത് ആര് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയില്ല. കോടതിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറല്ല എന്ന്, ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ പറ്റില്ല എന്ന് കോടതിയും പറയുന്നുണ്ട്. ഏതായാലും കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് തന്നെ പറയുന്നു. ഇപ്പം റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച കോടതിയിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. അത് ഇനിയിപ്പം ഈ 2 പരിശോധനകളാണ്. ഇപ്പം ഒന്ന്, ഇനിയിപ്പം ഈ ഷപ്ന പറഞ്ഞ പോലെ ആണെങ്കിൽ SIT സംഘം അടുത്ത ദിവസങ്ങളിൽ തന്നെ സന്നിധാനത്തേക്ക് പോയി വീണ്ടും ഈ കാര്യങ്ങൾ, നേരത്തെ പരിശോധിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി പരിശോധിക്കും. മറുവശത്ത് സമാന്തരമായി VSSC ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാൻ പോവുകയാണ് SIT. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ നമ്മൾ ഈ സംസാരിക്കുന്നതിനും അപ്പുറം ഇപ്പൊ ഈ കട്ടളപ്പാളികളാണെങ്കിലും ശില്പങ്ങളാണെങ്കിലും ഈ ദ്വാരപാലക ശില്പങ്ങൾ, ഇതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി സ്ഥാപിച്ചോ, അതോ ഇതിൽ സ്വർണ്ണക്കുറവ് മാത്രമേ ഉള്ളോ തുടങ്ങി വേറൊരു തലത്തിലേക്ക് ഈ അന്വേഷണം പോവുകയാണോ? വലിയൊരു അട്ടിമറിയിലേക്ക് പോവുകയാണോ? അത്തരത്തിൽ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ VSSCയുടെ CBI അടക്കമുള്ള ആളുകൾ ഇപ്പൊ ഇനി ഈ കണ്ടെത്തൽ അനുസരിച്ചായിരിക്കും ഇനിയിപ്പം കോടതി അതും കൂടി പരിശോധിച്ച് CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ വരികയാണെങ്കിൽ ഇനി അതിനൊക്കെ നിർദ്ദേശം നൽകുമോ ഇല്ലയോ, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലല്ലേ ഇത്? CBI അന്വേഷണത്തിന്റെ ഒരു സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതേ ബെഞ്ച് തന്നെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് തന്ത്രിമാർ വന്നപ്പോൾ അതിനെ വിമർശിച്ചത്. കാരണം ഈ നിലവിൽ ഇപ്പോൾ നടക്കുന്ന ഒരു അന്വേഷണം, SITയുടെ അന്വേഷണത്തിൽ കോടതി അപാകതകളൊന്നും കാണുന്നില്ല. നിലവിൽ ഇത്രയും അന്വേഷണം നടത്തി ഇവർ ശാസ്ത്രീയമായ പരിശോധന നടത്തുന്നു, അതിന്റെ ഫലങ്ങൾ കോടതിക്ക് സമർപ്പിക്കുന്നു, നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്തവരുടെ ഡീറ്റെയിൽസ് കോടതിക്ക് സമർപ്പിക്കുന്നു. ഇതെല്ലാം പരിശോധിച്ചാണ് കോടതി ഇപ്പോഴും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് പോയത്. ഇന്നും ഈ ഉത്തരവിലും കോടതി
അന്വേഷണ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അന്വേഷണത്തിൽ അപാകതയുണ്ട് എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഈ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്ന സൂചന മാത്രമാണ് ഇന്നത്തെ ഉത്തരവിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ CBI രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് പോലെ CBI ഏൽപ്പിക്കുകയോ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകും എന്ന് തോന്നുന്നില്ല. അതിനെ കോടതി വിമർശിക്കുകയാണ് ഇന്ന് ചെയ്തത്. പക്ഷെ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ കൂടുതൽ കുറച്ച് കാര്യങ്ങളിലൂടെ കൂടി അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നൊരു സൂചന ഇന്നിപ്പോൾ ഏതായാലും ഈ ഉത്തരവിലുണ്ട്. കൂടുതൽ അറസ്റ്റിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് ദേവസ്വം ബെഞ്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രജ്ഞന്റെ അടക്കമുള്ള മൊഴിയെടുപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്ന് കോടതി സൂചന നൽകുന്നുണ്ട്. ഓക്കെ ഷബ്ന, ശരി, വ്യക്തമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന. അവിടെ ഒരു വലിയ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന് കോടതി സ്ഥിരീകരിക്കുകയാണ്. ഇനി SIT പുതിയ രീതിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ഇനി വീണ്ടും SIT സന്നിധാനത്തേക്ക് പോകും, വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കും. സമാന്തരമായി VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കാൻ നീക്കം നടത്തുന്നു. അങ്ങനെ ഒരു വലിയ കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.